നമസ്കാരം. ഏറെ വേദനയോടെയാണ് ഇന്നലെ രാവിലെ മലയാളി ഉണർന്നത്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ ദുരന്തം മലയാള കരയെ അല്ല, ഇന്ത്യയെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുകയുണ്ടായി. ഈ സമയങ്ങളിലൊക്കെ അവിടെ ഉണ്ടായ ദുരന്തം ഇന്ത്യക്ക് ഏൽപ്പിച്ച അല്ലെങ്കിൽ മലയാളിക്ക് ഏൽപ്പിച്ച ഒരു ആഘാതം അത് പറയാൻ വയ്യാത്തതാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിലെത്തുന്ന മലയാളികൾ നമ്മുടെ എല്ലാം അയൽവക്കങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങളുമായി ഗൾഫ് നാടുകളിലെത്തുന്ന ഇവർ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരവസരം കൂടിയാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. ഇന്നലെ മലയാള മാധ്യമങ്ങൾ എല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഒരു മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് ഈ തീപിടുത്തമുണ്ടാവുകയും ഈ 49 പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടത് എന്നും, ആരാണ് ഈ മുതലാളി എന്നും, ഈ മുതലാളി അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാത്തത് മൂലമാണോ ഈ ഇത്രയും വലിയ ഒരു അപകടം അവിടെ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. ഒരു മലയാളി മുതലാളിയുടെ സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു അപകടം എന്നതിനപ്പുറത്ത് പൊലിഞ്ഞുപോയ 49 ജീവനുകൾക്ക് ഈ മുതലാളി ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറഞ്ഞേ പറ്റൂ. ക്രൗൺ പ്ലാസ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ KG എബ്രഹാമാണ് ആ മുതലാളി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭയമില്ല, പേടിയില്ല. കാരണം എൻ്റെ ഒരു അധ്യാപകനും അതോടൊപ്പം തന്നെ ഇന്ന് 4000-ലധികം പേർ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പിൻ്റെ HR ഹെഡുമായ ശ്രീ ബാബു പോൾ തുരുത്തി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ രാത്രി തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ലേബർ ക്യാമ്പിൻ്റെ വളരെ ദയനീയമായ അവസ്ഥകളാണ്. ഗതികേട് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിക്കുന്ന പാവം മലയാളി ലേബർ ക്യാമ്പുകളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ഇത് ഈ ഒരു ലേബർ ക്യാമ്പിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ പല ലേബർ ക്യാമ്പുകളുടെയും ഇവിടെ വലിയ നന്മ മരങ്ങളായി അഭിനയിക്കുന്ന പല മുതലാളിമാരുടെയും ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ ഇതുതന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. അതിൽ ശ്രീ ബാബു പോൾ തുരുത്തി ആദ്യം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഞെട്ടലോടെ മാത്രമേ ഓർമ്മിക്കാനാവൂ. എത്ര കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പൊലിഞ്ഞുപോയത്. ചില പഴയ സൗഹൃദങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന ആശങ്ക. ആരാണ് ഉത്തരവാദി? മലയാളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് മാത്രം പറയാതെ ആ മലയാളി ഉടമസ്ഥൻ ആരാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? KG എബ്രഹാമാണ് ഉടമസ്ഥൻ എന്ന് പറയാൻ മലയാള മാധ്യമങ്ങൾക്ക് എന്താണ് വിമുഖത? NBTC നാസർ M അൽബദ ആൻഡ് പാർട്ട്ണർ ജനറൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി WLL കമ്പനി 1977 ആരംഭിച്ച ഒന്നാണ്. കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വെബ്സൈറ്റ് ഞാൻ പരിശോധിക്കുകയുണ്ടായി. ഈ വെബ്സൈറ്റിൽ ചെയർമാൻ ആയിട്ടുള്ളത് ഒരു കുവൈറ്റ് സ്വദേശിയാണ്. പക്ഷേ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ളത് ശ്രീ KG എബ്രഹാമാണ്. കുവൈറ്റിലെ നിയമം അനുസരിച്ച് മലയാളിയോ ഏത് വിദേശിയോ ഉടമസ്ഥതയിലുള്ള ഒരു കുവൈറ്റി ആയിരിക്കണം നിയമപ്രകാരമുള്ള ഉടമസ്ഥൻ. ഏത് മലയാളിയുടെ ഉടമസ്ഥത അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ തദ്ദേശീയനായ ഒരാൾ നമ്മളുടെ പാർട്ട്ണറായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു നിയമമാണത്. ഇനി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ്. ബാച്ചിലേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ബാച്ചിലേഴ്സിന് താമസിക്കുന്ന 2 ബെഡ്റൂമുകളും ഹാളും അടക്കമുള്ള അപ്പാർട്ട്മെന്റിൽ അനുവദിച്ചിട്ടുള്ള 4 പേർക്കുള്ള താമസമാണ്. എന്നാൽ എല്ലാ ക്യാമ്പുകളിലും ഏറ്റവും കുറഞ്ഞത് 8 പേരുണ്ടാകും. ഹാളിലും കൂടെ 2 പേരെ ചേർത്ത് 10-ഉം അതിൽ കൂടുതലും തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ക്യാമ്പുകളുമുണ്ട്. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ക്യാമ്പിൽ 190 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഒരു അപ്പാർട്ട്മെന്റിൽ 4 പേർ വീതമെങ്കിൽ 49 അപ്പാർട്ട്മെന്റുകൾ വേണം. കെട്ടിടത്തിന്റെ ഒരു നിലയിൽ 3-4 അപ്പാർട്ട്മെന്റുകൾ വീതം ഉണ്ടെങ്കിൽ തന്നെ 12 നിലകളുള്ള കെട്ടിടമായിരിക്കണം. ഈ കെട്ടിടത്തിന് 6-7 നിലകൾ മാത്രമേ ഉള്ളൂ. ചാളയെടുക്കുന്നത് പോലെ തൊഴിലാളികളെ കുത്തി നിറച്ചിരുന്നു എന്നാണ് സാരം. ഇത് വളരെ ഗൗരവകരമായ ഒരു ആരോപണമാണ്. തീപിടുത്തത്തിന്റെ കാരണം പലതാകാം. ഷോർട്ട് സർക്യൂട്ട് ആകാം, തൊഴിലാളികളോ കെട്ടിടത്തിന്റെ സൂക്ഷിപ്പുകാരനോ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അബദ്ധത്തിൽ തീ പടർന്നതാകാം, കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്തതിനാൽ സംഭവിച്ചതാകാം,
ഗുണനിലവാരമുള്ള കെട്ടിടത്തിന് വാടക കൂടുമല്ലോ. അപ്പോൾ ഇത്തരം കെട്ടിടങ്ങളും തൊഴിലാളികളുടെ എണ്ണവും നൽകുന്ന ലാഭം അത്ര ചെറുതല്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഫേസ്ബുക്ക് പേജ് കുറച്ച് നീളമുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കുവൈറ്റിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുടെ ഒരു പരാമർശമാണ്. Kuwait's Deputy Prime Minister Sheikh Fahad Al Yusuf Al Shaba, who is also the Minister of Interior, said the fire mishap was a result of the greed of the company and building owners. The building is rented by NBTC Group, reportedly owned by Malayali businessman KG Abraham. Low-paid blue-collar workers in the Gulf often live in overcrowded accommodations. അതായത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ കൊണ്ടുപോയി ഈ തൊഴിലാളികളെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കെട്ടിടത്തിന്റെ സുരക്ഷിതത്വവും അതുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൽ ഈ കെട്ടിട ഉടമ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ഉടമസ്ഥൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാളത് മനഃപൂർവ്വം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ട് അയാളത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പൊലിഞ്ഞുപോയ ഈ 49 ജീവനുകൾക്കും ക്രൗൺ പ്ലാസ മുതലാളി മറുപടി പറയണം. കേരള സർക്കാർ ഇയാൾക്കെതിരെ നടപടിയെടുക്കണം, നരഹത്യക്ക് കേസെടുക്കണം. കാരണം 49 ജീവനുകൾ അവരുടെ ജീവിത സ്വപ്നങ്ങളുമായി അവർ വിദേശത്തേക്ക് പറന്നുയർന്നപ്പോൾ അവിടെ അവർക്കുണ്ടായ ദാരുണമായ ഈ അന്ത്യം ഇത് കാണാതെ പോകരുത്. ഇനിയും കേരളത്തിൽ വന്ന് നന്മമരം അഭിനയിക്കുകയും എന്നാൽ തൻ്റെ രാജ്യത്ത് നിന്ന്, തൻ്റെ സംസ്ഥാനത്ത് നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എന്താ പറയുക, പന്നിക്കൂട്ടിൽ ഇട്ടിരിക്കുന്നത് പോലെ ഇടുകയും ചെയ്യുന്ന ഈ പ്രവണത അവസാനിപ്പിക്കപ്പെടണം. അതിന് ഈ ദുരന്തം ഒരു വഴിതെളിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, KG എബ്രഹാം എത്ര വലിയ നന്മമരമായിക്കൊള്ളട്ടെ, അടിമകളെ പോലെ, തൊഴിലാളികളെ അടിമകളെ പോലെ കൊണ്ട് ഇട്ട് പണിയെടുപ്പിച്ച് അവരുടെ ആനുകൂല്യങ്ങൾ നൽകാതെ, കെട്ടിടത്തിന് മെയിൻ്റനൻസ് നൽകാതെ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് KG എബ്രഹാമിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. സംസ്ഥാന സർക്കാർ അവിടെയുള്ള ഗവൺമെന്റ് തല നടപടികളൊക്കെ വന്നോട്ടെ, പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ശ്രീ ഡോക്ടർ KG എബ്രഹാമിനെതിരെ നരഹത്യക്ക് കേസെടുക്കണം എന്നു തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.